കലയെ കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ മറവ് ചെയ്തത് എന്തിന്? മാന്നാറിൽ 15 വർഷം മുമ്പ് കാണാതായ കലയെന്ന യുവതിയെ കൊന്ന് മറവ് ചെയ്തതെന്ന സൂചനയെ തുടർന്ന് കലയെ മറവ് ചെയ്തതെന്ന് കരുതുന്ന ഇരമത്തൂരിലെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കുകളുടെ സ്ലാബ് തുറന്ന് പോലീസ് പരിശോധന തുടങ്ങി. മണ്ണുമാന്തി യന്ത്രമെത്തിച്ച് മണ്ണ് മാറ്റിയ ശേഷമാണ് സ്ലാബ് തുറന്നത്. സ്ലാബിനുള്ളിലെ മാലിന്യം നീക്കം ചെയ്ത് മൃതദേഹാവശിഷ്ടങ്ങൾ ഉള്ളിലുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് പോലീസ്. ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. മാന്നാർ ഇരമത്തൂരിലെ കല എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടതെന്ന് കരുതുന്നത്. കാണാതാവുമ്പോൾ കലയ്ക്ക് 27 വയസ്സായിരുന്നു. കലയെ കൊന്ന് മറവ് ചെയ്തെന്ന വിവരത്തെ തുടർന്ന് അവരുടെ ഭർത്താവിൻ്റെ ബന്ധുക്കളായ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സോമൻ, സുരേഷ്, പ്രമോദ്, സന്തോഷ്, ജിനുരാജൻ എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. കലയുടെ ഭർത്താവ് അനിലാണ് കേസിലെ പ്രധാന പ്രതിയെന്നാണ് സൂചന. ഇയാളും മറ്റു പ്രതികളും ചേർന്ന് കലയെ കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചിട്ടെന്ന് അറസ്റ്റിലായവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇതിൽ ജിനുരാജനെ സ്ഥലത്തെത്തിച്ചാണ് പോലീസ് മൃതദേഹം കണ്ടെത്തുവാനുള്ള നടപടി തുടരുന്നത്. മറ്റു പ്രതികൾ മാന്നാർ പോലീസ് കസ്റ്റഡിയിലാണ്. അനിൽ ഇസ്രായേലിലാണ് ഇപ്പോഴുള്ളത്. ഇയാളെ നാട്ടിലെത്തിക്കുവാൻ ശ്രമം ആരംഭിച്ചു. കലയെക്കുറിച്ചുള്ള അനിലിൻ്റെ സംശയമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് വിവരം. ഇരു സമുദായത്തിലുള്ള കലയും അനിലും പ്രണയിച്ച് വിവാഹിതരായവരാണ്. ഇവരുടെ വീടുകൾ തമ്മിൽ 1 കിലോമീറ്റർ വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത്. അനിലിൻ്റെ ബന്ധുക്കൾക്ക് വിവാഹത്തിൽ താല്പര്യമില്ലാതിരുന്നതിനാൽ ബന്ധുവീട്ടിലാണ് വിവാഹശേഷം കലയെ താമസിപ്പിച്ചിരുന്നത്. കലയെ ഇവിടെ നിർത്തിയ ശേഷം അനിൽ പിന്നീട് വിദേശത്തേക്ക് ജോലിക്ക് പോയി. എന്നാൽ കലയ്ക്ക് മറ്റാരോടോ ബന്ധമുണ്ടെന്ന് ചിലർ വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വഴക്കിനെ തുടർന്ന് കല വീട്ടിലേക്ക് തിരികെ പോകുവാൻ തുനിഞ്ഞപ്പോൾ മകനെ തനിക്ക് വേണമെന്ന് അനിൽ ആവശ്യപ്പെട്ടു. പിന്നീട് നാട്ടിലെത്തിയ ശേഷം കലയുമായി സംസാരിക്കുകയും ഒരു കാർ വാടകയ്ക്കെടുത്ത് കുട്ടനാട് ഭാഗങ്ങളിൽ യാത്ര പോവുകയും ഇതിനിടെ ബന്ധുക്കളായ 5 പേരെ വിളിച്ചു വരുത്തി കാറിൽ വെച്ച് കലയെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് വിവരം. പിന്നാലെ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചിട്ടു. 3 മാസത്തിന് മുമ്പ് ഇത് സംബന്ധിച്ച് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ഒരു ഊമക്കത്ത് ലഭിച്ചതോടെയാണ് പോലീസ് ഈ കേസിൽ അന്വേഷണം ഊർജിതമാക്കിയത്. കേസിലെ പ്രതിയായ ഒരാൾ നേരത്തെ ഭാര്യയെയും മക്കളെയും പെട്രോൾ ഒഴിച്ച് അപകടപ്പെടുത്തുവാൻ ശ്രമിച്ചിരുന്നു. നിന്നെയും കലയെപ്പോലെ തീർത്ത് കളയുമെന്ന് ഇയാൾ പറഞ്ഞിരുന്നതായി പോലീസിനോട് യുവതി വെളിപ്പെടുത്തിയിരുന്നു. കൊലപാതക ശ്രമവുമായി ബന്ധപ്പെട്ട് ഇയാളുടെ പേരിലും കേസുണ്ട്. കലയെ കൊലപ്പെടുത്തിയതാണെന്ന വിവരം പ്രതികളിൽ ആരോ ഒരാൾ മദ്യപാന സദസ്സിൽ വെളിപ്പെടുത്തിയതെന്നാണ് സൂചന. ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ആരോ ഒരാളാണ് അമ്പലപ്പുഴ പോലീസിൽ ഊമക്കത്തയച്ചതെന്നാണ് പോലീസിൻ്റെ അനുമാനം. അമ്പലപ്പുഴയ്ക്കടുത്ത് കാക്കാലം എന്ന സ്ഥലത്ത് 3 മാസം മുമ്പുണ്ടായ ബോംബ് കേസുമായി ബന്ധപ്പെട്ട 2 പേരെ അമ്പലപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിന് മുന്നോടിയായാണ് പോലീസിന് ഊമക്കത്ത് ലഭിക്കുന്നത്. ഈ കേസിലെ പ്രതികളായവർക്ക് മാന്നാനത്ത് 15 വർഷം മുമ്പ് കാണാതായ കലയുടെ കൊലപാതകവുമായി ബന്ധമുണ്ടെന്നും ഈ കാര്യം കൂടി അന്വേഷിക്കണമെന്നുമായിരുന്നു കത്തിലെ ഉള്ളടക്കം. ഇതിൽ പോലീസ് നടത്തിയ അന്വേഷണമാണ് കൊലപാതക സൂചനകൾ പുറത്തുവരുന്നതിലേക്ക് നയിച്ചത്. 15 വർഷം മുമ്പ് കലയെ കാണാനില്ലെന്ന് ഭർത്താവ് അനിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ കേസിൽ കാര്യമായ അന്വേഷണമൊന്നും ഉണ്ടായില്ല. അനിൽ പിന്നീട് വീണ്ടും വിവാഹിതനായി. ഇയാളിപ്പോൾ ഇസ്രായേലിലാണ്. അനിൽ പഴയ വീടിൻ്റെ സമീപത്ത് പുതിയ വീട് പണിതിട്ടും ശുചിമുറി മാത്രം പൊളിച്ചു മാറ്റിയിരുന്നില്ല. ഇക്കാര്യം നാട്ടുകാരിൽ ചിലർ ചോദിച്ചപ്പോൾ വാസ്തുപ്രശ്നം കാരണമാണെന്നാണ് വീട്ടുകാർ പറഞ്ഞിരുന്നത്. കലയ്ക്കും അനിലിനും ഒരു മകനാണ് ഉണ്ടായിരുന്നത്. കലയുടെ മാതാപിതാക്കൾ 2 പേരും നേരത്തെ മരിച്ചുപോയിരുന്നു. ഭിന്നശേഷിക്കാരനായ ഒരാളടക്കം 2 സഹോദരങ്ങളാണ് ഉള്ളത്. ഓട്ടോ ഡ്രൈവറായ ഇദ്ദേഹം കലയുടെ തിരോധാനത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോയിരുന്നുമില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.